അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിലേക്ക് പോകുന്നവരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണെന്നുള്ള ഒരു പോയിന്റ് മാത്രം ഓർമ്മിച്ചാൽ മതി. എന്തൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. കണ്ടോ, ഇതെല്ലാം ക്ലോസ്ഡ്, എന്താണ്, വൃത്താകൃതിയിലുള്ള സംഭവങ്ങളാണ് ക്ലോസ്ഡ് ലൂപ്സ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ വളയം. അപ്പോ കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ് ആണ്. രണ്ട് മാഗ്നറ്റിക് ലൈനുകൾ എവിടെയെങ്കിലും ക്രോസ് ചെയ്യാൻ കണ്ടിട്ടുണ്ടോ? റോഡുകളൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ, നമ്മുടെ റോഡിലൊക്കെ പോകുമ്പോഴത്തെ റോഡൊക്കെ ഒരു ജംഗ്ഷനിലെത്തി ക്രോസ് ആവും. അവിടെ എവിടെയെങ്കിലും ക്രോസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല, ഒരിക്കലും ക്രോസ് ചെയ്യില്ല. ക്രോസ് ചെയ്താൽ എന്താണ്? അവിടെ രണ്ട് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവുമെന്നാണ്. അങ്ങനെ രണ്ട് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവാൻ പറ്റുമോ ഒരു കാന്തത്തിന്? പറ്റൂല. അപ്പൊ അതൊരിക്കലും നമ്പർ ഓഫ് ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് എന്താണ്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇവിടത്തെ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിന്റെയൊക്കെ ടാൻജന്റ് വരച്ചാൽ, ടാൻജന്റ് വരയ്ക്കാൻ അറിയാലോ, സ്പർശരേഖ വരച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താ അറിയാൻ പറ്റും? ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് മനസ്സിലാക്കാൻ പറ്റും. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ആണ്, ക്ലോസ്ഡ് ലൂപ്സ് ആണ്. കണ്ടിന്യൂസ് ആണ്, തുടർച്ചയായതാണ്, ക്ലോസ്ഡ് ലൂപ്സ് ആണ്. രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല, ഒരിക്കലും കട്ട് ചെയ്യുന്നില്ല. അങ്ങനെ കട്ട് ചെയ്താൽ അവിടെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി രണ്ടാണെന്ന് പറയേണ്ടി വരും. ഒരു കാന്തത്തിന് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരു പോയിന്റിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ടാൻജന്റ്, നമ്മൾ ഏതൊരു രേഖയുടെയും ടാൻജന്റ് വരച്ചാൽ, നമുക്ക് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ്, ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴാണോ നമ്മുടെ കൈയുടെ ബലം ഒഴിവാക്കുന്നത്, ചരട് എന്ത് ചെയ്യും? ടാൻജന്റ് വഴി എന്ത് ചെയ്യും? തെറിച്ചു പോകും. അപ്പൊ അതുപോലെ ഇവിടെ ടാൻജന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാല് അതെന്ത് ചെയ്യും? അവിടെയുള്ള ഡയറക്ഷൻ ഓഫ് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ എന്തൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും തമ്മിലുള്ള വ്യത്യാസം? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ് ആണ്, തുടർച്ചയായ വൃത്താകൃതിയിലുള്ള വളയങ്ങളാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൃത്യമായ വളയങ്ങൾ അല്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ് ആണ്, അതേസമയം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ് അല്ല. നമ്മൾ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് എ ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റിന്റെ ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും നമുക്കറിയാമല്ലോ. അപ്പൊ ആക്സിയൽ ലൈനിലാണെങ്കിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? μ0 ഡിവൈഡഡ് ബൈ 4π 2m/r³ ആണ്. m എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ്, r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ടു ദ പോയിന്റ്. ഒരു കാന്തത്തിന്റെ എത്ര അകലെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π × 2m/r³ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ ഈ μ0 ഡിവൈഡഡ് ബൈ 4π × m/r³. ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ലൈനാണ് ആക്സിയൽ ലൈന്, ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ലൈനാണ് ഇക്വറ്റോറിയൽ ലൈന്, വെർട്ടിക്കൽ ലൈനാണ്. അപ്പൊ എക്സ്പ്രഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത് μ0 ഡിവൈഡഡ് ബൈ 4π. μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ ഡിവൈഡഡ് ബൈ 4π × 2m/r³. ഇവിടെയാണെങ്കിലോ b is equal to μ0 ഡിവൈഡഡ് ബൈ 4π × m/r³. ഇവിടെ 2 ഉണ്ട്. 2 ഉള്ളത് എവിടെയാണ്? ആക്സിയലിലാണ്. 2 ഉള്ളത് എവിടെയാണ്? ആക്സിയലിലാണ്. ചിലപ്പം പരീക്ഷ ആളി ചെന്നിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്തു പോകും? തെറ്റിപ്പോകും. 2 ഉള്ളത് ആക്സിയൽ ലൈനിലാണ്. എങ്ങനെ ഓർമ്മിക്കണമെന്ന് അറിയാമോ? ആക്സിയൽ ലൈൻ നോക്കൂ, ആക്സിയൽ എന്ന് എഴുതുമ്പോഴത്തേക്കും എത്രയുണ്ട്? 1, 2. അപ്പൊ എന്താണ്? b is equal to μ0 ഡിവൈഡഡ് ബൈ 4π × 2m/r³. തെറ്റിക്കരുത്, ഇവിടെ മാത്രമേ നിങ്ങൾക്ക് തെറ്റുള്ളൂ. അടുത്ത് അപ്പൊ ആക്സിയൽ അല്ല, ഇക്വറ്റോറിയൽ ആണെങ്കിലോ? ഇക്വറ്റോറിയൽ ആണെങ്കിൽ μ0 ഡിവൈഡഡ് ബൈ 4π × m/r³. ഇത്രേ ഉള്ളൂ, m/r³. അപ്പൊ 2 വരുന്നത് എവിടെയാണ്? ആക്സിയൽ. കണ്ടോ, ആക്സിയൽ 2 വര വരയ്ക്കുന്നു. ആക്സിയൽ 2 വരുന്ന സംഭവമാണ് ആക്സിയൽ. നമ്മൾ ഇങ്ങനെയുള്ള നെമോണിക്സ് പഠിച്ചു വെച്ചിരിക്കണം.